നമുക്ക് നിധിയുടെ സുധീഷിൻ്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ സുധീഷും ഹരീഷും കൂടെ സംസാരിക്കണ സമയത്ത് ഹരീഷ് പറഞ്ഞു, എടാ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല സുധീഷ് ഏട്ടാ. കാരണം എത്രയും പെട്ടെന്ന് തന്നെ സുഭാഷ് ചേട്ടൻ്റെ വിവാഹം നടത്തണം. ഇപ്പം തന്നെ നിധിയടുത്തി പറഞ്ഞു കേട്ടില്ലേ, നമുക്കൊന്നും ഒരു താല്പര്യമില്ലെന്ന്. അതുകൊണ്ടാണ് സുഭാഷ് ചേട്ടൻ്റെ വിവാഹം നടക്കാത്തതെന്ന്. അത് ശരിയാ. അതിനിപ്പോൾ എന്താ ചെയ്യണ്ടേ? നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മൾ നോക്കുന്നില്ലേ? അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. ഇത്തിരിയും കൂടി ഊർജിതമായിട്ട് നോക്കണം എന്ന് പറഞ്ഞു. അവരതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബ്രോക്കർ അതിലൂടെ വരുന്നത്. അപ്പുറം ബ്രോക്കർ കുറേ കാലമായി സുഭാഷിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട്. ബ്രോക്കറെ കണ്ടുപിടി തന്നെ സുധീഷ് പറഞ്ഞു, ആഹാ, തേടിയ വള്ളി കാലി ചുറ്റിയ പോലെയാണല്ലോ എൻ്റെ വിജയൻ ചേട്ടാ. എത്ര നാളായി വിജയൻ ചേട്ടൻ ആ വഴിക്ക് വന്നിട്ട്. നല്ലൊരു പെങ്കൊച്ചിനെ കൂട്ടിക്കൊണ്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴാടെ പെങ്കൊച്ചും ഇല്ല, ഒന്നുമില്ല. എടാ അതിന് നല്ലതോർണം ഒത്തു വരണ്ടേ? അവിടെ വന്നു കഴിയുമ്പോൾ നൂറ് പ്രശ്നങ്ങളല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇതേ വിജയൻ ചേട്ടൻ ബ്രോക്കർ കാശ് കിട്ടുന്നതല്ലേ, എന്നിട്ട് വെറുതെ ഇങ്ങനെ ഉഴപ്പേണ്ട കാര്യമുണ്ടോ? എടാ എത്ര പെങ്കൊച്ചിനെ കൊണ്ട് കാണിച്ച സുഭാഷിനെ, എന്നിട്ട് എല്ലാവരും സെറ്റായോ? സെറ്റായി കഴിയുമ്പോഴത്തേനും പിന്നെ അതൊന്നും എന്തേലും കാരണത്താലോ ഉഴപ്പിപ്പോയിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ പെണ്ണ് വേണം താനും. ആ വീട്ടിലൊരു പെണ്ണ് വന്ന് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അവിടുന്ന് വേറെ എവിടെയെങ്കിലും മാറി താമസിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് നിങ്ങൾക്ക് സമ്മതമല്ല. അതെ, ഇനിയിപ്പോൾ അങ്ങനെ ഒന്നും നോക്കണ്ട, നല്ലൊരെണ്ണം കൂടെ ആലോചിച്ചോ. ശരി, ഞാൻ നോക്കട്ടെ. ഇതേ ഉഴപ്പിയേക്കല്ല, ഇല്ലാന്നേ ഞാൻ നോക്കാം. എന്താണെങ്കിലും അധികം വൈകാതെ തന്നെ നല്ലൊരു പെങ്കൊച്ചുമായിട്ട് ഞാൻ വരുത്തോളം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് ഹരീഷിനോട് പറഞ്ഞു, ഇനി എവിടെ നേരം വിജയൻ ചേട്ടൻ തപ്പി കണ്ടുപിടിച്ചുകൊണ്ട് വരും, നമുക്കത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് നീതുവിൻ്റെ സഹോദരൻ അഖിലയിലൂടെ വരുന്നത്. ദേ നിൻ്റെ അളിയൻ വരുന്നുണ്ടെന്ന് സുധീഷ് പറഞ്ഞു. ഓ അവനെ കണ്ടിട്ടുണ്ട്, കഞ്ഞിക്ക് കിട്ടത്തില്ല എന്ന് ഹരീഷും പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് അവർ നിൽക്കുമ്പോൾ അതിലൂടെ അഖിൽ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ സുധീഷ് പറഞ്ഞു, എന്താടാ അളിയ ഒരു മൈൻഡ് ഇല്ലാതെ പോകുന്നത്? ഇതേ അളിയൻ ഇവിടേക്ക് നിൽക്കുന്ന കണ്ടില്ല, ഒന്ന് മൈൻഡ് ചെയ്തിട്ട് പോകാൻ പറഞ്ഞു. അളിയനോ? ഏതളിയൻ? മിണ്ടിയേക്കരുതെന്ന് പറഞ്ഞു. ആഹാ, നീ എന്തിനാ ഇത്ര കിടന്ന് ദേഷ്യപ്പെടുന്നതെന്ന് ഹരീഷ് വെച്ചു. പിന്നെ ദേഷ്യപ്പെടാതെ, അതെ നിനക്കപ്പോൾ കിട്ടിയതൊന്നും പോരെ. എടാ നീയൊക്കെ കിടന്ന് തുള്ളിച്ചാടുന്ന എന്തുകൊണ്ടാണെന്നറിയാം. അവൾ പോലീസ് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് ഓർത്തല്ലേ? അദ്ദേഹം കിടന്ന് നെകളിക്കൊന്നും വേണ്ട. അവൾ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അവൾ കൂടുതൽ കളിച്ചിട്ടുണ്ടെങ്കിൽ അവളെ അടിച്ചൊതുക്കി അവിടെ ഇടത്തുള്ളൂ. അത് കേട്ടപ്പോൾ അത് ഹരീഷ് പറഞ്ഞു, ദേ കാര്യം നിൻ്റെ പെങ്ങളൊക്കെ ആയിരിക്കും, പക്ഷേ അവളുടെ ദേഹത്തൊന്ന് കൈവച്ച് നോക്ക്, അപ്പോഴറിയാം ഈ ഹരീഷ് ആരാന്നുള്ള കാര്യം. ഞാൻ കൈവച്ചാൽ നീ എന്തു ചെയ്യുമെന്ന് കാണിച്ചു തരാം. അവൾ എൻ്റെ വീട്ടിലല്ലേ നിൽക്കുന്നേ, അപ്പോൾ എനിക്ക് എന്ത് വേണം ചെയ്യാം, നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പറഞ്ഞു തീരുമല്ല, ഹരീഷ് അവനിട്ട് ഒറ്റ അങ്ങോട്ട് കൊടുക്കുകയാണ്. അടി കൊണ്ട് നിലത്ത് വീണുപോയി അഖില്. പെട്ടെന്ന് അഖില് ചാടി എഴുന്നേറ്റു. എടാന്ന് പറഞ്ഞ് കൈ ഓങ്ങിക്കൊണ്ട് വന്നപ്പോഴത്തേനും സുധീഷ് പറഞ്ഞു, എങ്ങാനും നീ കൈ പൊക്കി എൻ്റെ അനുജനെ തല്ലിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ കൈ ഞാൻ ഒടിച്ചു വിടുമെന്ന് പറഞ്ഞു. പിന്നെ എന്തേലും പറയാൻ പറ്റുമോ? അവനാകപ്പാടെ പേടിച്ചു പോയി. ആ സമയം സുധീഷ് പറഞ്ഞു, നേരത്തെ കിട്ടിയതൊക്കെ മറന്നുപോയോ? ഇനി വേണ്ടെങ്കിൽ മര്യാദയ്ക്ക് പോകാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്ത പറഞ്ഞു. ഒടുവിൽ അവൻ അങ്ങോട്ടേക്ക് പോയി. ആ സമയം സുധീഷ് പറഞ്ഞു, അവന് രണ്ടിടത്തിൻ്റെയും കൂടെ ഒരു കുറവുണ്ടായിരുന്നു, അതായിരുന്നു പറഞ്ഞു. പിന്നീട് അകല് വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേനും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ് നീതുവിൻ്റെ ആ കഴിപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ സഹിച്ചില്ല. കാരണം പാട്ടൊക്കെ നല്ല ഓളിയത്ത് വെച്ച് ആസ്വദിച്ചിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. ആ സമയം ദേഷ്യത്തോട് കൂടിയിട്ട് അഖില് പോയിട്ട് പാട്ടങ്ങോട്ട് ഓഫ് ചെയ്തു. ഇതെന്താ ഈ വീട്ടിൽ മാത്രം കേട്ടാൽ പോരെ, നാട്ടിലുള്ളവർക്ക് മാത്രം കേൾക്കണോ? ഇത്രമാത്രം ഓളിയത്തിൽ ഇത് വെച്ചിരിക്കുന്നേ. ആ സമയം നീതുവിൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ കുറച്ച് തോരൻ ഇങ്ങെടുത്തോണ്ട് ഞാൻ പറഞ്ഞു. നീതുവിൻ്റെ അമ്മ മൈൻഡ് ചെയ്തില്ല. അമ്മ എടുത്തോണ്ട് തരാൻ പറഞ്ഞു. അപ്പോഴേക്കും അവർ പറഞ്ഞു, നിനക്ക് കയ്യില്ലേ, പോയി എടുത്താൽ എന്താ കുഴപ്പം, കൈയും കാലും ഉള്ളപ്പം പോയി അങ്ങ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നീതു പോയി അതെടുത്തോണ്ട് വീണ്ടും വന്നിരുന്നു. അപ്പോഴേക്കും അഖില് പറഞ്ഞു, അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ, അവള് സെറ്റിയെ കയറി ഇരിക്കുന്നുണ്ടോ ഇങ്ങനെയാണിടി പെൺപിള്ളേരെ, കുറച്ചൊക്കെ അടക്കം ഒതുക്കത്തോടെ ഇരിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നീതു പറഞ്ഞു, അത്യാവശ്യം അടക്കം ഒതുക്കാൻ കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്, ഇനി കൂടുതൽ നിങ്ങളൊന്നും പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. അത് അറിയാടി, നീ എന്തിൻ്റെ ബലത്തിലാണ് കിടന്ന് ചാടുന്നതെന്ന്. അതെ ഞാൻ ചാടുക തന്നെ ചെയ്യും. അതെ വനിതാ പോലീസും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എഴുതിയൊരു പേപ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു, സൈൻ ചെയ്ത്, അറിയാലോ. എങ്ങാനും അത് ലംഘിച്ചിട്ടുണ്ട് പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാനൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. ഇപ്പം പോലീസ് ഈ മുറ്റത്തെത്തും, എന്താ വേണോന്ന് ചോദിച്ചു. അപ്പോഴേക്കും നീതുവിൻ്റെ അമ്മ പറഞ്ഞു, ഓഹ് ഏത് സമയത്താണോ എന്തോ ഇതുപോലെ ഒരെണ്ണത്തിനെ പ്രസവിച്ചേ, ഇപ്പം തോന്നുന്നു വേണ്ടിയിരുന്നില്ലെന്ന്. എന്ത് സമയത്താണെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. ആ സമയം
ചന്ദ്രൻ പറഞ്ഞു, ഒന്നും മിണ്ടാതിരിക്കുക, ഇനിയിപ്പോൾ ഇതും പറഞ്ഞ് വഴക്കുണ്ടാക്കണ്ട, ഇതായിരിക്കും ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞു. നീതുന് യാതൊരു കുലുക്കം ഉണ്ടായിരുന്നില്ല. നീതു ആസ്വദിച്ചിരുന്ന് വീണ്ടും ഇരുന്ന് കഴിച്ചു. അത് കാണുമ്പോഴത്തേനും അഖിലിന് ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ എന്തേലും ചെയ്യാൻ പറ്റുമോ? എന്തേലും ചെയ്താൽ പ്രശ്നമാവില്ലെന്നറിയാവുന്നതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാനും പോയില്ല. ആ സമയത്ത് സുധീഷ് ഹരീഷും കൂടെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ വീട്ടിൽ വരുന്ന സമയത്ത് നിധിയും നികേഷും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഹരീഷിൻ്റെ ഫോണിലേക്ക് നീതുവിൻ്റെ കോൾ വന്നു. അങ്ങനെ നീതു ഹരീഷും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്ക് സുധീഷിനും കോൾ വന്നു. സുധീഷും പോയി സംസാരിച്ച് കഴിഞ്ഞ് ഹരീഷ് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നികേഷ് പറഞ്ഞു, അതെ, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ഹരീഷ് ചേട്ടനോട്. എന്ത്? ഈ സംസാരിക്കണ സമയത്ത് നീ പറ, അല്ലെങ്കിൽ ഇനി എന്താ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അതെന്താടാ? ഇത് കേട്ട് ഞാൻ മടുത്തു. രാത്രിയിൽ ഉറക്കത്തിൽ ഞാൻ ഇത് തന്നെയാണ് കേൾക്കുകയും കാണുകയും ചെയ്യുന്നത്. എൻ്റെ ഉറക്കം പോലും നഷ്ടപ്പെട്ടു പോകുക. എൻ്റെ മനസ്സിലെപ്പോഴും ഇത് മാത്രമാണ്. കാരണം കിടക്കുന്ന സമയത്ത് ഇത് തന്നെയല്ല ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. അതൊന്നും മാറ്റി പിടിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടെന്ന് നിധി ചിരിച്ചു. ഹരീഷ് പറഞ്ഞു, നീ ആൾ കൊള്ളാലോടാന്ന് പറഞ്ഞു. അതേസമയം സുധീഷ് ഫോൺ വിളിച്ചിട്ട് വന്നു. നികേഷ് ചോദിച്ചു, ആരാ സുധീഷ് ചേട്ടാ? അതെ, ആ ബ്രോക്കറാ വിളിച്ചേ. ബ്രോക്കറോ? അതെ, ബ്രോക്കർ വിളിച്ചൊരു ആലോചനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് സുഭാഷ് ചേട്ടൻ്റെ ജാതകം വേണം പോലും. ജാതകോ? അതെ, അവർ ജാതകം നോക്കുന്ന ആൾക്കാരാ. അത് നോക്കിയിട്ട് ചേരുമെങ്കിൽ വരാമെന്ന് പറഞ്ഞു. അത് കേട്ട നിധി ചോദിച്ചു, അല്ല നിങ്ങളുടെ ജാതകമൊക്കെ എഴുതിയിട്ടുണ്ടോ? ഹരീഷ് പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല നിധി അടുത്തി, അച്ഛനോട് ചോദിച്ചു നോക്കണം എന്ന് പറഞ്ഞു. എങ്കിലൊരു കാര്യം ചെയ്യുക, ഒന്ന് പോയി ചോദിച്ചു നോക്കാൻ പറഞ്ഞു. പിന്നൊരു കാര്യം, കല്യാണത്തെക്കുറിച്ചാന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, അത് ശരിയാ, കല്യാണത്തെക്കുറിച്ചാന്ന് ഇപ്പോൾ പറയണ്ട, ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല, പോയി ചോദിച്ചു നോക്കാം. പിന്നെ സുഭാഷേനോട് ആരും ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറയണ്ടെന്ന് പറഞ്ഞു. സുഭാഷേണ് അറിയണ്ട തൽക്കാലത്തേക്ക്, ഇനിയിപ്പം എല്ലാം ജാതകമൊക്കെ ചേർന്ന് ഓക്കെ ആയാൽ മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ എല്ലാവരും സമ്മതിച്ചു. ഒടുവിൽ സുധീഷും ഹരീഷും കൂടെ ഭാസ്കറിൻ്റെ അടുത്തേക്കുന്നു. ഭാസ്കറിൻ്റെ അടുത്തേന്ന് ഭാസ്കറിനോട് ചോദിച്ചു, അച്ഛാ ഞങ്ങളുടെ ജാതകം കുറിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ജാതകമോ? അതെ. സുഭാഷേൻ്റെ ജാതകം ഉണ്ടോ? എന്തിനാടാ നിനക്കൊക്കെ ഇപ്പം ജാതകം? നിൻ്റെയൊക്കെ കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. ഞാൻ പറഞ്ഞാൽ പോരെന്ന് ചോദിച്ചു. ഇതേ അച്ഛാ, തമാശല്ല, ജാതകം ഉണ്ടോയെന്ന് ചോദിച്ചു. ഇനിയിപ്പോൾ ജാതകം എന്ന് പറഞ്ഞ് മനസ്സിലായി കാണില്ല. ഹൊറോസ്കോപ്പ് ഉണ്ടോയെന്ന് ചോദിക്കുകയാണ്. ഇനി മലയാളത്തിൽ പറഞ്ഞിട്ടാണോന്ന്? എടാ, മലയാളം പറഞ്ഞാൽ എനിക്കറിയാം, ജാതകം നിനക്കെന്തിനാ? അതിൻ്റെ ആവശ്യം എന്താ? അവൻ ജാതകം ചോദിച്ചുകൊണ്ട് വന്നിരിക്കുന്നു, വേറെ പണിയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഭാസ്കരനെ അറിയില്ലല്ലോ കല്യാണക്കാര്യത്തിനാന്ന്. അത് കേട്ടപ്പം ഹരീഷ് പറഞ്ഞു, എൻ്റെ സുധീഷേട്ടാ, ഇങ്ങേരോട് ചോദിക്കാൻ വന്ന് നമ്മളെ വേണം പിടിച്ചിട്ട് തല്ലാനായിട്ട്, വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ട്. എൻ്റെ ദൈവമേ, ഇതുപോലൊരു അച്ഛനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധീഷിനെ വിളിച്ച് അകത്തേക്ക് കയറിപ്പോയി. അകത്തേന്നിപ്പോൾ നികേഷൊക്കെ ചോദിച്ചു, എങ്ങനെയാ കാര്യങ്ങൾ? അച്ഛൻ്റെ കയ്യിലെങ്കിലും ഇല്ലാന്ന് തോന്നേ. അതെങ്ങനെയാ? അച്ഛനൊന്നും എഴുതിയിട്ടുണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞു. ആ ഒരു പ്രതീക്ഷ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴാണ് സുഭാഷ് വരുന്നത്. സുഭാഷ് കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത്. സുഭാഷ് പറഞ്ഞു, ഞാൻ ചായ വെക്കാമെന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഒരു കാര്യം ഞാൻ പറയാം, സുഭാഷ് ഒരു സംശയത്തിനും ഇട കൊടുക്കരുത്. എത്രയും പെട്ടെന്ന് നമുക്ക് ആലോചന കൊണ്ടുവന്ന് എല്ലാം സെറ്റാക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ടതും ഹരീഷ് പറഞ്ഞു, അതിനിപ്പം ജാതകം കിട്ടിയിട്ടില്ലല്ലോ. ജാതകം, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഏതെങ്കിലും ജോത്സ്യരെ കണ്ട് സുഭാഷിന് വേണ്ടിയിട്ടൊരു ജാതകം ഉണ്ടാക്കിയല്ലോ. ജാതകമോ? അതെ, ഒരു ജാതകം ഉണ്ടാക്കാം. ജനിച്ച സമയം അതൊന്നും അറിയത്തില്ലോ, നാളറിയാം, അത് വെച്ചൊരു ജാതകം അങ്ങോട്ട് ഉണ്ടാക്കാം. ഞാൻ നോക്കിയിട്ട് അത് മാത്രമേ പോകുമ്പോഴേ ഉള്ളൂ. നിങ്ങൾ എന്നോടൊപ്പം നിൽക്കുമെങ്കിൽ. അത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് നിധി പറഞ്ഞു, അതൊക്കെ ശരിയാകുമോ? ഈ ജാതകം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ കൃത്യമായിരിക്കണം, അല്ലെങ്കിൽ 100 പ്രശ്നങ്ങളുണ്ടാവും. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ജാതകം നോക്കുന്ന ആൾക്കാരാന്ന് പറഞ്ഞു. നികേഷ് പറഞ്ഞു, എന്നിട്ട് എന്തായി? ഒടുവിൽ നിധി അടുത്ത് ഇവിടെ എത്തിയില്ലേന്ന് ചോദിച്ചു. അത് കേട്ടത് സുധീഷ് ഹരീഷും ഒക്കെ ചിരിക്കുകയാണ്. നിധി പറഞ്ഞു, അങ്ങനെ ചിരിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ആ സമയം സുധീഷ് പറഞ്ഞു, എന്നോടൊപ്പം നിങ്ങൾ നിൽക്കുമെങ്കിൽ ഞാൻ അങ്ങനെ ഒരു പോകുമ്പോഴേ നോക്കാം. ഏതെങ്കിലും ജോത്സ്യരെ പോയി കാണാം, പ്രശസ്തനായ ഒരു ജോത്സ്യനെ പോയി കണ്ടിട്ട് ഒരു ജാതകം കുറിച്ച് തരാമെന്ന് പറഞ്ഞു. ഒടുവിൽ കൂടെ അവർ സമ്മതിക്കുകയാണ്. ഏതെങ്കിലും ഒരു ജോത്സ്യരെ പോയി കണ്ട് ഒരു കള്ള ജാതകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, എങ്ങനെ സുഭാഷിൻ്റെ കല്യാണം നടക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഇതിൻ്റെ ബാക്കി വിശേഷമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാം. അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്കാണ് നിധിയുടെയും സുധീഷിൻ്റെയും ഒക്കെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ പുതിയ വിശേഷമായ ഭൂമിജയുടെയും ഒക്കെ കഥകളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.